എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ കഥയുടെ പേരാണ് പൈക്കിടാവും കാളയും. പണ്ട് പണ്ട് ഒരു കർഷകന്റെ കൂടെ പാടത്ത് അയാൾക്ക് സഹായിയായി ഒരു കാളക്കൂറ്റൻ ഉണ്ടായിരുന്നു. പകൽ മുഴുവൻ കർഷകൻ കാളയുടെ പുറത്ത് നുകം വെച്ച് നിലമുഴുതുകൊണ്ടിരിക്കും. സന്ധ്യയാകുമ്പോൾ കർഷകൻ നുകമഴിച്ചു മാറ്റും. എന്നിട്ട് അടുത്തുള്ള പുഴയിൽ കൊണ്ടുപോയി കാളയെ കുളിപ്പിക്കും. തുടർന്ന് അതിനെ തൊഴുത്തിലേക്ക് പോകാൻ അനുവദിക്കുകയും ചെയ്തു. ഇതായിരുന്നു എന്നും അവൻ്റെ ദിനചര്യ. കർഷകന്റെ പാടത്തിനടുത്തു തന്നെ ഒരു പശുക്കുട്ടിയും ജീവിച്ചിരുന്നു. അവിടെയൊക്കെയുള്ള പച്ചപ്പുകളിൽ പൈക്കുട്ടി മേഞ്ഞു നടന്നു. ചിലപ്പോൾ തിമിർത്തുകൊണ്ട് വാല് പൊക്കി തുള്ളിച്ചാടി കർഷകന്റെ പാടത്തും വരും. പൈക്കുട്ടിക്ക് കാളയോട് മഹാപുച്ഛമായിരുന്നു. ഒരിക്കൽ അവൾ കാളയോട് പറഞ്ഞു, "ഞാൻ ഇന്നുവരെ താങ്കളെപ്പോലെ വിഡ്ഢിയായ ഒരാളെ കണ്ടിട്ടേയില്ല. പകലന്തിയോളം ഒരു നുകത്തിന്റെ കീഴിൽ പണിയെടുക്കുന്നു. ആർക്കു വേണ്ടി? താങ്കൾക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യമുണ്ടോ? പകൽ സ്വാതന്ത്ര്യമായി നടന്ന് പച്ചപ്പുല്ലു തിന്നാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലുമില്ല. എന്നെ നോക്കൂ, ഞാൻ സർവ്വസ്വതന്ത്രയാണ്. എന്നെ നിയന്ത്രിക്കാൻ ആരുമില്ല. എൻ്റെ ജീവിതം പരമാനന്ദമാണ്." കാള ഒന്നും മിണ്ടിയില്ല. എല്ലാം നിനക്ക് മനസ്സിലാകുന്ന കാലം വരും എന്ന മട്ടിൽ നിന്നതേയുള്ളൂ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. കാള പകലത്തെ പണിയൊക്കെ കഴിഞ്ഞ് തൊഴുത്തിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ ഒരു ക്ഷേത്രമുണ്ട്. അവിടെയെന്നും പ്രത്യേക പൂജ നടക്കുന്ന ദിവസമായിരുന്നു. ധാരാളം ഭക്തന്മാർ കൂടിയിട്ടുണ്ട്. ക്ഷേത്രമുറ്റത്ത് പൂമാല അണിഞ്ഞ് ചായം പൂശി നിൽക്കുന്ന പശുക്കുട്ടിയെ കാള കൗതുകപൂർവ്വം ശ്രദ്ധിച്ചു. തന്നെ പുച്ഛിച്ച പശുക്കുട്ടി തന്നെ. അവളെ ഒരു കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. സ്വല്പം മാറി ബലിപീഠത്തിനു മുന്നിലായി ഒരു പൂജാരി വാളുയർത്തി തുള്ളിക്കൊണ്ടിരിക്കുന്നു. പശുക്കുട്ടിയെ അന്ന് ദേവിക്ക് ബലി കൊടുക്കുകയാണ്. കാള പശുക്കുട്ടിയുടെ അടുത്ത് ഒരു വിധത്തിലെത്തി. എന്നിട്ട് ചോദിച്ചു, "ജോലിയൊന്നും ചെയ്യിക്കാതെ നിന്നെ സ്വതന്ത്രയായി തിമിർക്കാൻ വിട്ടതിൻ്റെ രഹസ്യം ഇപ്പോഴെന്താണെന്ന് മനസ്സിലായോ?" പൈക്കുട്ടി ഒന്നും ഉരിയാടിയില്ല. അവൾ ഭയന്ന് വിറച്ചിരിക്കുകയായിരുന്നു. തൻ്റെ വിവരക്കേടും അവിവേകവും എത്ര വലുതാണെന്ന് പൈക്കുട്ടിക്ക് മനസ്സിലായി. രൗദ്രഭാവത്തിൽ വാളുയർത്തി തുള്ളുന്ന പൂജാരിയുടെ കണ്ണുകളിൽ നിന്നും തീ പാറുന്നുണ്ടായിരുന്നു. പൈക്കുട്ടി ആലില പോലെ വിറച്ചു. എന്താണ് കൂട്ടുകാരെ ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം? ആരുടെയും ദയനീയാവസ്ഥയിൽ അവരെ പുച്ഛിക്കരുത്. അതിലും ദയനീയമായ അവസ്ഥ തനിക്കും വരാം എന്ന കാര്യം മറക്കരുത്. അടുത്തൊരു നല്ല കഥയുമായി അടുത്ത ദിവസം കാണും വരെ എല്ലാവർക്കും നമസ്കാരം.